നമുക്ക് ദി എർത്ത് ആൻഡ് ഇറ്റ്സ് പൊസിഷൻ ഇൻ സ്പേസ് നോക്കാം. എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ അടങ്ങിയിട്ടുള്ള സോളാർ സിസ്റ്റത്തിലെ ഒരു മെമ്പറാണ് നമുക്കറിയാലോ. സണ്ണിനെ കൂടാതെ സോളാർ സിസ്റ്റത്തിൽ ബാക്കി 9 പ്ലാനറ്റ്സും പിന്നെ ആസ്ട്രോയിഡ്സും കോമറ്റ്സും ഉണ്ടെന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഈ 9ാമത്തെ പ്ലാനറ്റ് ആയിട്ടുള്ള പ്ലൂട്ടോനെ ഇപ്പം നമ്മളൊരു പ്ലാനറ്റായിട്ട് പരിഗണിക്കണില്ല. പിന്നെ ബാക്കി വരുന്ന പ്ലാനറ്റ്സ് ഏതാണെന്ന് വെച്ചാൽ മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, യുറാനസ്, സാറ്റേൺ, നെപ്റ്റ്യൂൺ എന്നുള്ള പ്ലാനറ്റ്സ് ഒക്കെയാണ്. എർത്ത് അപ്രോക്സിമേറ്റ്ലി 150 മില്യൺ കിലോമീറ്റർ എവേ ഫ്രം ദി സണ്ണാണ്. സണ്ണാണ് സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ എന്ന് കോപ്പർനിക്കസ് പറയുന്നതിൻ്റെ മുന്നേ ജിയോസെൻട്രിക് തിയറി ആയിരുന്നു ഇവിടെ പ്രാബല്യത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എർത്തിന് നമ്മൾ വൈഡ് ആയിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തിയറി അനുസരിച്ച് എർത്ത് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ സെൻറ്ററിൽ അൺമൂവിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സെൻറ്ററായിരുന്നു എർത്ത്. ഇതിനെ ചുറ്റിയിട്ട് സണ്ണും ബാക്കിയുള്ള എല്ലാ ഹെവി ബോഡീസും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് ഈ തിയറിയിൽ പറയണത്. പിന്നീട് കോപ്പർനിക്കസ് ഹെലിയോസെൻട്രിക് തിയറി കൊണ്ടുവരുന്നത് വരെ ജിയോസെൻട്രിക് തിയറിയാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. ഈ ഹെലിയോസെൻട്രിക് തിയറിയിൽ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ സണ്ണാണ് സെൻറ്ററിൽ, പിന്നീട് എർത്തും ബാക്കി യൂണിവേഴ്സും മുഴുവൻ സണ്ണിനെയാണ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. പിന്നീട് 1609 ജർമ്മൻ ആസ്ട്രോണമറായിട്ടുള്ള ജൊഹാൻ കെപ്ലർ യൂണിവേഴ്സ് ഫുള്ളായിട്ട് സണ്ണിനെ ചുറ്റിയിട്ടല്ല കറങ്ങുന്നത്, സണ്ണ് യൂണിവേഴ്സിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്, യൂണിവേഴ്സിൻ്റെ സെൻറ്റർ ഒരിക്കലും സണ്ണല്ല എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് ഈ തിയറിയിൽ പിന്നീട് പുതിയതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരൽ തുടങ്ങിയത്. പിന്നീട് ഇറ്റാലിയൻ ആസ്ട്രോണമറായിട്ടുള്ള ഗലീലിയോ ഗലീലിയും അതേപോലെ ജർമ്മൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള സർ ഐസക് ന്യൂട്ടണും ചേർന്നിട്ട് സണ്ണാണ് സെൻറ്റർ ഓഫ് സോളാർ സിസ്റ്റം എന്ന് കൊണ്ടുവന്നു. എർത്തിൻ്റെ മോഡേൺ ആയിട്ടുള്ള തിയറീസ് എല്ലാം കോപ്പർനിക്കസ് തിയറീനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. സോളാർ സിസ്റ്റത്തിലെ എല്ലാ പ്ലാനറ്റ്സിനെയും കൂടിയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇന്നർ പ്ലാനറ്റ്സും ഔട്ടർ പ്ലാനറ്റ്സും. ഇന്നർ പ്ലാനറ്റ്സിനെ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നും ഔട്ടർ പ്ലാനറ്റ്സിനെ ജോവിയൽ പ്ലാനറ്റ്സും അറിയപ്പെടുന്നുണ്ട്. മെർക്കുറി, വീനസ്, എർത്ത്, മാസാണ് ഇന്നർ പ്ലാനറ്റ്സ്. ജൂപ്പിറ്റർ, യുറാനസ്, സാറ്റേൺ, നെപ്റ്റ്യൂൺ ആണ് ഔട്ടർ പ്ലാനറ്റ്സ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ട്, ജയൻ്റ് ആയിട്ടുള്ള ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ട്. ഇന്നർ പ്ലാനറ്റ്സ് എല്ലാം സോളിഡ് ആണ്, എന്നാൽ ഔട്ടർ പ്ലാനറ്റ്സ് ഒക്കെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്നർ പ്ലാനറ്റ്സ് സോളിഡ് ആണെന്ന് മാത്രമല്ല അവയെല്ലാം സ്മോൾ ആണ്, എന്നാൽ ഔട്ടർ പ്ലാനറ്റ്സ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ അതിൻ്റെ വോളിയം വളരെ കൂടുതലാണ്, ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. പക്ഷേ ഇന്നർ പ്ലാനറ്റ്സിൻ്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും സ്മോൾ ആണെങ്കിലും. നമ്മൾ ജീവിക്കുന്ന എർത്തിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള പ്ലാനറ്റ്. ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിൽ നമ്മൾ ജീവിക്കുന്ന എർത്തിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത്. അതേപോലെ തന്നെ എർത്തിനൊരു സാറ്റലൈറ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് മൂണ്. അതുപോലെ തന്നെ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പ്ലാനറ്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ യുണീക്കായിട്ടുള്ള പ്ലാനറ്റാണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ, എർത്തിൽ മാത്രമേ ഉള്ളൂ ജീവനുള്ളത്. അതുപോലെ തന്നെ എർത്തിൻ്റെ ഷേപ്പ് സ്ഫിറോയിഡൽ ഷേപ്പാണ്. അതേപോലെ എർത്തിൻ്റെ ഏജ് എന്നറിയപ്പെടുന്നത് 4.5 ബില്യൺ ഇയർ ആണ്. ഇക്വറ്റോറിയൽ റേഡിയസ് എന്നറിയപ്പെടുന്നത് 6378.3 കിലോമീറ്ററും പോളർ റേഡിയസ് എന്നറിയപ്പെടുന്നത് 6356.9 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ മീൻ റേഡിയസ് 6371.2 കിലോമീറ്റർ ആണ്. എർത്തിന് അതിൻ്റെ ആക്സിസിലൂടെ ഒരു ഫുൾ റൊട്ടേഷന് വേണ്ടി എടുക്കുന്ന സമയം 23 മണിക്കൂറും 56 മിനിറ്റുമാണ്. എർത്തിന് സണ്ണിനെ ഫുള്ളായിട്ട് ചുറ്റി വരാൻ എടുക്കുന്ന സമയം 365.26 ഡേയ്സാണ്. ഇനി നമുക്ക് ഓരോ പ്ലാനറ്റ്സിനെ കുറിച്ചും അടുത്തൊരു വീഡിയോയിൽ നോക്കാം. Until then, it's bye from Geology Teacher.